ഈ കാണുന്ന ഈ പോർട്ടബിൾ DVD പ്ലെയർ ഇത് ഞാനിവിടെ 80 രൂപയ്ക്ക് മേടിച്ചതാണ്. അപ്പോൾ ഈ പോർട്ടബിൾ DVD പ്ലെയർ ഞാനിവിടെ 80 രൂപയ്ക്ക് മേടിച്ചത് ആഗ്രക്കടയിൽ നിന്നായിരുന്നു. ഇതിൻ്റെ കംപ്ലയിൻറ്റുകളൊക്കെ പരിഹരിച്ച് ഫൈനലായിട്ട് നമ്മൾ ഈ കാണുന്ന രീതിയിൽ വർക്കിംഗ് കണ്ടീഷൻ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കിവിടെ ഈ DVD പ്ലെയർ 80 രൂപയ്ക്കിട്ട് നമ്മൾ സാധാരണ റെസ്റ്റോറേഷൻ വീഡിയോസിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ മേടിക്കുന്ന തൊടുപുഴയുള്ള ഈ ഒരു ആക്രക്കടയിൽ നിന്ന് തന്നെയാണ് ഇതും കിട്ടിയത്. ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളിലൊക്കെ തൂക്കമൊക്കെ നോക്കിയിട്ടാണ് ആക്രക്കടക്കാർ വിലയൊക്കെ പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള DVD പ്ലെയറൊക്കെ സ്വന്തമായിട്ട് മേടിക്കാൻ കൊതിച്ചിട്ട് നടക്കാതെ പോയ ഒരുപാട് പേരുണ്ട്. സ്മാർട്ട് ഫോണിൻ്റെയൊക്കെ വരവോടെയാണ് ഇങ്ങനെയുള്ള പോർട്ടബിൾ DVD പ്ലെയറൊക്കെ സൈഡായി പോയത്. അപ്പോൾ ഇങ്ങനെയുള്ള പോർട്ടബിൾ DVD പ്ലെയറിൽ ഇൻബിൽറ്റ് ആയിട്ട് ബാറ്ററിയൊക്കെ വരുന്നതാണ് റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റിയത്. ഇതിൽ തന്നെ ഇൻബിൽറ്റ് ആയിട്ട് 2 ചെറിയ സ്പീക്കറൊക്കെ ഉണ്ട്. അപ്പോൾ കറണ്ടൊക്കെ ഇല്ലാത്ത സമയത്തും നമുക്ക് ഈ ഒരു പോർട്ടബിൾ DVD പ്ലെയർ റീചാർജ് ചെയ്തൊക്കെ എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി ഉപയോഗിക്കാൻ പറ്റുന്ന സെറ്റപ്പിലുള്ളതായിരുന്നു. അതുപോലെ ഈ ഒരു പോർട്ടബിൾ DVD പ്ലെയറിൻ്റെ ഓഡിയോ വീഡിയോ ഔട്ട്പുട്ട് നമുക്ക് വേറെ TV-യിലേക്ക് കണക്ട് ചെയ്ത് ഉപയോഗിക്കാനും പറ്റും. അതുപോലെ വേറെ ഏതെങ്കിലും പ്ലെയറുകളിലെ ഓഡിയോ വീഡിയോ ഔട്ട്പുട്ട് നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്ത് ഇത് മോണിറ്ററായിട്ട് ഉപയോഗിക്കാനും പറ്റുമായിരുന്നു. ഇതിൽ ഡിസ്ക് ഇട്ട് ഉപയോഗിക്കാനും അതുപോലെ മോണിറ്ററായിട്ട് ഉപയോഗിക്കാനുള്ള 2 ഓപ്ഷൻ മാത്രമേ ഉള്ളൂ ഇതിൽ. ഇത് കഴിഞ്ഞിറങ്ങിയ മോഡലുകളിലൊക്കെ TV ആൻറ്റിനെ കണക്ട് ചെയ്ത് ഉപയോഗിക്കാനും, അതായത് TV മോഡ്, FM മോഡ്, USB അങ്ങനെയൊക്കെയുള്ള ഓപ്ഷനൊക്കെ ഉള്ളത് ഇറങ്ങിയിരുന്നു. അപ്പോൾ നമുക്കിവിടെ കിട്ടിയേക്കുന്ന ഈ ഒരു പോർട്ടബിൾ DVD പ്ലെയറിൻ്റെ അവസ്ഥ ഈ കാണുന്ന പോലെയൊക്കെയാണ്. ഇതിൻ്റെ ബാക്കിലെ ബാറ്ററി ഒന്നും ഇല്ലാതെയാണ് കിട്ടിയേക്കുന്നത്. പിന്നെ ഇത് നേരത്തെ ആരും അടിച്ചു നോക്കിയതൊക്കെയാണ്. ഇതിൽ പകുതി സ്ക്രൂ ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ള സ്ക്രൂ ഒക്കെ അടിച്ച് ഇതിൻ്റെ ഉള്ളിലെ അവസ്ഥ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് അടിച്ചു നോക്കിയപ്പം ഇതിൻ്റെ ഉള്ളിലെ അവസ്ഥ ഈ കാണുന്ന പോലെയൊക്കെയാണ്. വലിയ കാര്യമായിട്ട് ഇതിൻ്റെ ഉള്ളിലും അടിച്ചു നോക്കിയിട്ടില്ല. ഈ കാണുന്ന ഒരു ബോർഡ് മാത്രമാണ് ഇതിൽ അടിച്ചിട്ടിട്ടുള്ളൂ. പിന്നെ ഇതിലൊരു ഐ സെൻസറും മെയിൻ ബോർഡും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഫ്ലെക്സ് കേബിൾ മിസ്സിംഗ് ആണ്. അപ്പോൾ ഇതിനെന്തെങ്കിലും കംപ്ലയിൻ്റ് ഒക്കെ വന്ന സമയത്ത് ഇത് അടിച്ച് നോക്കിയതായിരിക്കണം. അതുപോലെ ഇതിൻ്റെ സ്ക്രൂ എല്ലാം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്. ചെറിയൊരു മാഗ്നറ്റിൽ ഒട്ടിച്ച് വെച്ചേക്കുമായിരുന്നു. അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്കിതെല്ലാം അടിച്ച് സെപ്പറേറ്റ് ആക്കിയിട്ട് എല്ലാം ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം അടിച്ച് സെപ്പറേറ്റ് ആക്കുന്നത് കാണിച്ച് വീഡിയോ ബോറടിപ്പിക്കുന്നില്ല. ഈ ഒരു പോർട്ടബിൾ DVD പ്ലെയറിൻ്റെ മെയിൻ ബോർഡ് ഈ കാണുന്നതാണ്. ഇതിൻ്റെ ഒരു ബോർഡ് കണ്ടിട്ട് നല്ല നീറ്റായിട്ട് തന്നെയാണ് ഇരുന്നത്, വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇത് ബാറ്ററിയിലും പിന്നെ അഡാപ്റ്ററിലൊക്കെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഇതിൻ്റെ ഒരു മെയിൻ ബോർഡിന് വലിയ കംപ്ലയിൻ്റ് ഒന്നും വരാൻ ചാൻസ് ഇല്ല. ഇപ്പോൾ സാധാരണ DVD പ്ലെയറൊക്കെ ആണെങ്കിലും കൂടുതലും കംപ്ലയിൻറ്റ് വരുന്നത് അതിൻ്റെ പവർ സപ്ലൈ സെക്ഷനിലാണ്. ഇത് DC-യിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ആ ഒരു പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇത് 2006 നവംബറിൽ എന്തോ ഉണ്ടാക്കിയതാണെന്ന് തോന്നുന്നു. ഇതിൽ ഡേറ്റും അതെല്ലാം കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 20 വർഷം പഴക്കമുള്ള സാധനമാണ് നമ്മളിന്ന് കുത്തിപ്പൊളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ അടിച്ച് സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേയും കൂടെ ഒന്ന് അടിച്ച് നോക്കാം. ഇങ്ങനെയുള്ള പോർട്ടബിൾ DVD പ്ലെയറിൻ്റെ പെട്ടെന്ന് തന്നെ കംപ്ലയിൻ്റ് ആകുന്ന ഇതിൻ്റെ ഡിസ്പ്ലേ ഒക്കെയാണ്. ഇതിൽ ഉപയോഗിച്ചേക്കുന്നത് 7 ഇഞ്ചിൻ്റെ LCD ഡിസ്പ്ലേ ആണ്. ഇതും നമുക്ക് മേടിക്കാനൊന്നും കിട്ടുന്നതല്ല, നേരത്തെ കിട്ടുവാനെന്ന് തോന്നുന്നു. പിന്നെ ഇതിൽ തന്നെ ചെറിയ 2 സ്പീക്കറും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതിൻ്റെ ഈ ഡിസ്പ്ലേ എല്ലാം കുത്തിപ്പൊക്കെ എടുത്തപ്പം ഇതിൻ്റെ ഈ സൈഡിലെ ഫ്രെയിമിൽ കൂടെ എല്ലാം ചെറിയ രീതിയിൽ തുരുമ്പൊക്കെ ഉള്ളൂ. ഇത് നമുക്ക് റിപ്പയർ ചെയ്തെടുക്കാനൊന്നും പറ്റുന്നില്ല. പിന്നെ ഈ ഡിസ്പ്ലേ വർക്കിംഗ് അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ മദർ ബോർഡിൻ്റെ വീഡിയോ ഔട്ട് നമുക്ക് വേറെ TV-യിലോ മോണിറ്ററിലോ കണക്ട് ചെയ്ത് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ ഇതിൻ്റെ എല്ലാ പാർട്സും അടിച്ച് ഞാനിവിടെ സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മളിതിൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്ത് നോക്കുന്നുള്ളൂ. പിന്നെ ഇതിൽ ഈ ഒരു SMD കപ്പാസിറ്ററിന് ചെറിയൊരു നിർമ്മാറ്റമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് ചെക്ക് ചെയ്ത് നോക്കണം. വേറെ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഈ ഒരു ബോർഡിൽ കണ്ടില്ല. പിന്നെ ഈ കാണുന്നത് തുരുമ്പല്ല, ഇതെന്തോ ഗ്ലൂ എന്തോ ആണ്. അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്ക് ഈ ഒരു ബോർഡ് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ബോർഡ് ക്ലീൻ ചെയ്യാൻ ഞാനിവിടെ ഉപയോഗിക്കാൻ പോകുന്നത് WD-40 ആണ്. നമ്മളിവിടെ ഇങ്ങനെ ചെയ്യുന്ന എല്ലാ റീസ്റ്റോറേഷൻ വീഡിയോസിലും ഇങ്ങനെയുള്ള ബോർഡുകൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് WD-40 ആണ് ഉപയോഗിക്കുന്നത്. WD-40 ഉപയോഗിക്കുമ്പോൾ നന്നായിട്ട് ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള പ്രശ്നം, ഇത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ബോർഡിൽ ചെറിയ രീതിയിൽ ഓയിൽ പോലെ കാണും. അത് തുണി എന്തെങ്കിലും ഉപയോഗിച്ച് തുടച്ച് കളഞ്ഞില്ലെങ്കിൽ കൊള്ളില്ല. ഇങ്ങനെയുള്ള ബോർഡുകളെ ക്ലീൻ ചെയ്യാനായിട്ട് IPS സൊല്യൂഷനൊക്കെയാണ് നല്ലത്. ഇനി അടുത്തായിട്ട് ഈ ഒരു ബോർഡ് ഫോം ക്ലീനറും കൂടെ ഉപയോഗിച്ചൊന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പോവാണ്. നേരത്തെയൊക്കെ നമ്മൾ റീസ്റ്റോറേഷൻ വീഡിയോസൊക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള ബോർഡുകളൊക്കെ വെള്ളമൊക്കെ ഉപയോഗിച്ച് കഴുകുമായിരുന്നു ചെയ്യുന്നത്. ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഫോം ക്ലീനറൊക്കെ ഉപയോഗിക്കുന്നത്. ഇതിന് ബ്രഷ് ചെയ്ത് കഴിഞ്ഞിട്ട് വൈപ്പ് ചെയ്തെടുത്താൽ മതി, തുണി എന്തെങ്കിലും ഉപയോഗിച്ച്. അങ്ങനെ നമ്മൾ ഈ ഒരു മെയിൻ ബോർഡ് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാനുള്ളതാണ്. ഇങ്ങനെയുള്ള പ്ലാസ്റ്റിക് പാർട്ടെല്ലാം നമ്മൾ ആദ്യമേ ഈ ഒരു ഫോം ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളം ഉപയോഗിച്ച് കഴുകി ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു ഫോം ക്ലീനർ ഞാൻ മേടിച്ച സമയത്ത് 160 രൂപയായിരുന്നു. മേടിക്കാനുള്ള ലിങ്ക് വീഡിയോയിൽ ടാപ്പ് ചെയ്തേക്കാം. അപ്പോൾ ഇതെല്ലാം ഞാനിവിടെ ഫോം ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്ക് വെള്ളം ഉപയോഗിച്ചൊന്ന് കഴുകിയും കൂടി ക്ലീൻ ചെയ്തെടുക്കാം. അങ്ങനെ കഴുകി ക്ലീൻ ചെയ്തെല്ലാം നന്നായിട്ട് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഓരോന്നിൻ്റെയും കംപ്ലയിൻ്റ് എല്ലാം ചെക്ക് ചെയ്ത് പരിഹരിച്ച് നമുക്ക് റീഫിറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ 2 സ്പീക്കർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഒരു സ്പീക്കർ കംപ്ലയിൻ്റ് ആണ്. ഈ ഒരു സ്പീക്കർ കുഴപ്പമില്ല, ഒരു സ്പീക്കറാണ് കംപ്ലയിൻ്റ് ആയിട്ടുള്ളൂ. ഈ ഒരു സ്പീക്കറിൽ കണ്ടിന്യൂറ്റി ഒന്നും കാണിക്കുന്നില്ല, ഇതിൻ്റെ കോയിൽ കട്ടായി പോയതായിരിക്കണം. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ഫ്രെയിമിലേക്ക് ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇതെല്ലാം കണക്ട് ചെയ്ത് മദർ ബോർഡായിട്ട് കണക്ട് ചെയ്തതിനാണ് ഡിസ്പ്ലേ ഓക്കെ ആണെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ഡിസ്പ്ലേയുടെ ഇത്രയും പോർഷൻ നമ്മളിവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ഇതിൽ ഫിറ്റ് ചെയ്യാനുള്ളത് ഇതിൻ്റെ പവർ ഓൺ സ്വിച്ച്, പിന്നെ മുകളിൽ വരുന്ന സ്വിച്ചിൻ്റെ ഈ മെയിൻ ബോർഡ്, ഇതൊക്കെയാണ്.
ഈ കാണുന്നതാണ് നമ്മുടെ ഈ DVD പ്ലെയറിൻ്റെ ഡിസ്ക് ഡ്രൈവ്. അപ്പോൾ ഇതിൻ്റെ ഫ്ലെക്സ് കേബിൾ ഇതിൻ്റെ കൂടെ കിട്ടിയിട്ടില്ലായിരുന്നു, പകരം ഞാൻ വേറെ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. ഇതിന് കുറച്ച് നീളം കൂടുതലുണ്ട്, ഇത് വേറെ DVD പ്ലെയറിൽ നിന്ന് എടുത്താണ്. അങ്ങനെ ഈ ഫ്ലെക്സ് കേബിൾ ഈ ഒരു ഐ സെൻസറിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അടുത്തായിട്ട് ഈ ഒരു ഐ സെൻസറിൻ്റെ ലെൻസും കൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് കണക്ട് ചെയ്ത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഓണാക്കി നോക്കാം ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയാനായിട്ട്. ഇനി ഇതിൻ്റെ ബോർഡെല്ലാം കണക്ട് ചെയ്ത് ഇതിലേക്ക് പവർ സപ്ലൈ കൂടെ കണക്ട് ചെയ്തിട്ടുണ്ട്. നിലവിലിപ്പം ഈ DVD പ്ലെയറിൽ വൈറ്റ് ഡിസ്പ്ലേ മാത്രമാണ് വരുന്നുള്ളൂ. ഇടയ്ക്ക് ഈ കാണുന്ന പോലെ ഗ്രെയിംസ് പോലെയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബോർഡിൻ്റെ കംപ്ലൈൻറ്റുകളൊന്നും ചെക്ക് ചെയ്താണ് ഇപ്പോൾ കണക്ട് ചെയ്ത് നോക്കിയേക്കുന്നത് ഇതിൻ്റെ അവസ്ഥ എന്താണെന്നൊക്കെ അറിയാനായിട്ട്. അപ്പോൾ ആദ്യമേ നമ്മൾ ഈ ഒരു മെയിൻ ബോർഡിൽ ഈ ഒരു SMD കപ്പാസിറ്റി ചെറിയൊരു നിർവ്യത്യാസം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഷോർട്ടാണ്, നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ബോർഡുകളൊക്കെ ഷോർട്ട് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ പല മാർഗ്ഗങ്ങളുണ്ട്. മൾട്ടിമീറ്റർ ഉപയോഗിച്ചും റോഡ്സിൻ ഫ്ലെക്സ് ഉപയോഗിച്ചും അതുപോലെ തെർമൽ ക്യാമറ ഉപയോഗിച്ചും അതുപോലെ ഇങ്ങനെയുള്ള കർപ്പൂരം ഉപയോഗിച്ച് വരെ ബോർഡുകളിലൊക്കെ ഷോർട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ അടുത്ത ദിവസം ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള ബോർഡുകളിലൊക്കെ SMD കപ്പാസിറ്റർ മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ഷോർട്ട് ഉണ്ടെന്ന് കണ്ടുപിടിക്കുമ്പോൾ ഒരുപാട് സമയമെടുക്കും, ഓരോന്നായിട്ട് ചെക്ക് ചെയ്യേണ്ടി വരും. ഈ ഒരു ബോർഡിൽ ഒരു കപ്പാസിറ്ററിന് മാത്രം ചെറിയ നിർവ്യത്യാസം ഉള്ളതുകൊണ്ട് എളുപ്പമുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കപ്പാസിറ്റർ ചെക്ക് ചെയ്ത് നോക്കിയ സമയത്ത് ഇതിൽ നല്ല രീതിയിൽ ലീക്കേജ് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു കപ്പാസിറ്റർ മാത്രം ഈ ഒരു ബോർഡിൽ നിന്ന് റിമൂവ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഈ ഒരു കപ്പാസിറ്റർ ഞാനിവിടെ റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന ഈ SMD കപ്പാസിറ്ററിന് പാരലായിട്ട് വേറെ കപ്പാസിറ്റർ ബോർഡിൻ്റെ ബാക്കിലായിട്ടും വരുന്നുണ്ട്. ഇനി ഇതെല്ലാം ഒന്നുകൂടി ഒന്ന് കണക്ട് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന്. ആദ്യമേ ഞാനിതിൽ LED ഇൻഡിക്കേറ്ററും അതുപോലെ ഐ സെൻസർ വരുന്നത് ഇതൊന്നും കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇതെല്ലാം ഓരോന്നായിട്ട് കണക്ട് ചെയ്യുന്ന കാണിക്കുമ്പോൾ വീഡിയോ ഒരുപാട് സമയമാവും. പിന്നെ ഇങ്ങനെയുള്ള ബോർഡുകളിലൊക്കെ ഇങ്ങനെ ഒരുപാട് സോക്കറ്റുകളുണ്ടാവും. ഇതിലൊന്നും മാറിപ്പോകാതെ കറക്റ്റായിട്ട് കണക്ട് ചെയ്യുന്നത് ഇതിലെല്ലാം ഓരോന്നിനും ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, അത് നോക്കിയാണ് കണക്ട് ചെയ്യുന്നത്. അങ്ങനെ ഇപ്പോൾ ഞാൻ ഇവിടെ ഇതെല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നത് പവർ സപ്ലൈ ബോർഡാണ്. ബാറ്ററി വോൾട്ട് ബൂസ്റ്റ് ചെയ്ത് എപ്പോഴും ഒരേപോലെ ഔട്ട്പുട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബോർഡ് ഇതിൽ ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ നമുക്കിനി ഒന്നുകൂടി ഒന്ന് ഓണാക്കി നോക്കാം നിലവിൽ ഇതിൻ്റെ അവസ്ഥ എന്തൊക്കെയാണ്. അങ്ങനെ നമ്മുടെ കുറേ നേരത്തെ കഷ്ടപ്പാടുകൾക്കൊടുവിൽ ഈ DVD പ്ലെയർ ഇത് വീണ്ടും ഓണാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഡിസ്പ്ലേയിൽ ചെറിയ രീതിയിലൊരു ബ്ലൂ കളർ പോലെ കൂടുതൽ തോന്നുന്നുണ്ട്. അപ്പോൾ ആരോ ആക്രിക്കടയിൽ കൊടുത്ത് ഒഴിവാക്കി ഈ DVD പ്ലെയർ ഇത് വീണ്ടും നമുക്കിത് ഓണാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇതൊക്കെ വീണ്ടും ഇങ്ങനെ വർക്ക് ചെയ്ത് കാണുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്. ഇനി നമുക്കിതിലേക്ക് ഡിസ്ക് എന്തെങ്കിലും ഇട്ടൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ ഒരു സിനിമയുടെ ഡിസ്ക്കാണ് ഇടുന്നത്. അപ്പോൾ നമുക്ക് സിനിമയും പാട്ടൊന്നും ഇതിൽ അധികം നേരം പ്ലേ ചെയ്ത് കേൾപ്പിക്കാൻ കഴിയില്ല, കോപ്പിറൈറ്റ് പ്രശ്നങ്ങൾ കാരണമാണ്. അതുപോലെ നിലവിലിപ്പം ഇതിൻ്റെ ഒരു സ്പീക്കർ മാത്രമേ വർക്കിംഗ് ഉള്ളൂ, ഒന്ന് കംപ്ലൈൻ്റ് ആണ്. അതുപോലെ ഇതിലെ AV മോഡും വർക്കിംഗ് ആണ്. അങ്ങനെ ഇപ്പോൾ ഈ ഒരു പോർട്ടബിൾ DVD പ്ലെയർ ഇതിപ്പോൾ നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിൽ പെൻഡ്രൈവ് ഒന്നും കണക്ട് ചെയ്യാനുള്ള ഓപ്ഷനൊന്നുമില്ല ഇതിൽ. അപ്പോൾ ഇങ്ങനെയുള്ള ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ ചെറിയ കംപ്ലൈൻറ്റുകൾ വരുമ്പോൾ പോലും പലരും ഇതൊക്കെ ഒഴിവാക്കി കളയാറുണ്ട്. ഒന്ന് ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ സ്വയമേ റെഡിയാക്കാവുന്ന പ്രശ്നങ്ങളായിരിക്കും പലതിനും കാണും. അപ്പോൾ ഈ ഒരു DVD പ്ലെയർ ഇപ്പം വർക്കിംഗ് ആയതുകൊണ്ട് നമ്മളിതിൻ്റെ ബാക്കിയുള്ള എല്ലാം ഫിറ്റ് ചെയ്ത് സ്ക്രൂ എല്ലാം ആയിട്ട് ടൈറ്റ് ചെയ്യാൻ പോവുകയാണ്. അതുപോലെ വേണമെങ്കിൽ നമുക്ക് ഇതിന് പറ്റുന്ന പുതിയ ബാറ്ററി പാക്ക് ഉണ്ടാക്കിയെടുക്കാനും കഴിയും. അങ്ങനെ ഇപ്പോൾ ഇതിൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. ഫൈനലായിട്ട് നമുക്ക് ഈ DVD പ്ലെയർ ഈ കാണുന്ന രീതിയിലേക്ക് ആക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെയൊക്കെ വീടുകളിലും ഇതുപോലെ കംപ്ലൈൻ്റായി പഴയ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ എടുത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. മിക്കതും നമുക്ക് തന്നെ സ്വയമേ റെഡിയാക്കി എടുക്കാൻ പറ്റിയേക്കും. അതുപോലെ ഇപ്പോഴും ഇങ്ങനെയുള്ള പോർട്ടബിൾ DVD പ്ലെയറൊക്കെ മേടിക്കാൻ കിട്ടും. ഇപ്പോൾ ഉള്ളതിലൊക്കെ പെൻഡ്രൈവും കൂടെ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇതിനൊക്കെ വില ഏകദേശം 4500 സ്റ്റാർട്ടിങ്. അപ്പോൾ ഇനി എന്തെങ്കിലും സംശയങ്ങളോ നിർദ്ദേശമോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.